ഹൂ കേഴ്സ്? ഒരു യുവ കോൺഗ്രസ് നേതാവിനെതിരെ ലൈംഗിക ആരോപണം ഉയർന്നിട്ട് ആ പരാതികൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കയ്യിൽ നാളുകളായി ഇരുത്തി വച്ചിട്ട് ഇതൊക്കെ ലോകം അറിഞ്ഞിട്ട് അതിന് ഇരയായ നടി ലോകത്തിൻ്റെ മുന്നിൽ സൂചനകൾ വിളിച്ചു പറഞ്ഞിട്ട് സമൂഹ മാധ്യമങ്ങൾ മുഴുവൻ നേതാവിൻ്റെ പടമടിച്ച് തേച്ചൊട്ടിച്ച് ഭൂമി മലയാളത്തിലെ പത്ര മുത്തശ്ശിമാർക്ക് മുന്നിൽ വച്ചിട്ട് ഇതാണ് മറുപടി. ഇപ്പോൾ രാജിവെച്ച കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഹൂ കേഴ്സ്? ഇതാണ് ഇങ്ങനെയൊരു ആരോപണം CPIM-നെതിരെയോ ഇതിൻ്റെ 4-1 പരാതിയുടെ മുള്ളിയാൽ തെറിച്ച കഷ്ണം PB യോഗം നടക്കുന്ന ഹാളിൻ്റെ 1.5 കിലോമീറ്റർ അകലത്തിൽ എവിടെയെങ്കിലും ആരെങ്കിലും പോക്കറ്റിലിട്ട് നടന്നാലോ എന്ത് സംഭവിക്കും എന്ന ചോദ്യങ്ങൾ കൂടി ഉയർത്തുന്നത്. അഭിമുഖങ്ങളും ബ്രേക്കിംഗ് മണിക്കൂറുകളുമാക്കി പ്രത്യേക ചർച്ചകൾ നടത്തുന്ന നെറ്റ്വർക്കുകൾക്കൊക്കെ മാളത്തിൽ ഒളിക്കാനായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ ചിന്ത. ഹൂ കേഴ്സ്? ഞരമ്പ് രോഗം മൂലം നാട്ടിൽ ഒരു പെണ്ണിനും ഇറങ്ങി നടക്കാൻ പറ്റാത്ത വിധം ആഭാസം കളിച്ച് നടക്കുന്നവനെയൊക്കെ പാലക്കാട് ചുരം കിടക്കാൻ വിടാതെ ബിംബങ്ങളാക്കി ജനപ്രതിനിധിയാക്കി അതിൻ്റെ ക്രെഡിറ്റ് അടിക്കുന്ന മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്നത്തെ ചോദ്യങ്ങൾ എന്തായാലും ന്യൂസ് ആൻഡ് വ്യൂസ് ഉന്നയിക്കുന്നത് നിങ്ങളെയൊക്കെ ഹൂ കേഴ്സ് എന്നാണ്. പെണ്ണിൻ്റെ പരാതി മുക്കി വേട്ടക്കാരനൊപ്പം ഓടുന്ന സതീശനും സണ്ണി ജോസഫും രാഹുലിന് സ്വയം രാജിക്ക് അവസരമൊരുക്കി. ഇന്ന് പെണ്ണിൻ്റെ മാനത്തിന് വില കൽപ്പിക്കാത്ത ഒരുത്തൻ്റെ താളത്തിന് തുള്ളി ആരോപണ വിധേയനോട് മാറി നിൽക്കാൻ പറയാനുള്ള കേവല മര്യാദ പോലും കാണിക്കാതെ സ്ത്രീകളോട് അപമര്യാദ കാണിച്ചു എന്നതിനപ്പുറം ഒരു പെണ്ണിൻ്റെ ജീവൻ അപകടത്തിലാകും വിധം ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചതും ഭ്രൂണാവസ്ഥയിലെത്തിയ ജീവൻ അപകടത്തിലാക്കാൻ ശ്രമിച്ചതും ഒരുത്തൻ ആണ് എന്ന പരാതി പോലും കണക്കാക്കാതെ പുറത്താക്കേണ്ട ആ കോൺഗ്രസ് നേതൃത്വം ഇനി മുഖത്ത് എങ്ങനെ നോക്കും? സ്ത്രീകളോട് എങ്ങനെ വോട്ട് ചോദിക്കും? പ്രസ്ഥാനത്തിലെ സ്ത്രീകൾക്കും കൂട്ടർക്കും എന്ത് സുരക്ഷിതത്വം നൽകും? ഹൂ കേഴ്സ് എന്ന് അപ്പോഴും ചോദിക്കുന്ന ഇവരോടൊക്കെ തിരിച്ച് മുഖത്ത് നോക്കി ന്യൂസ് ആൻഡ് ന്യൂസ് പറയുന്നു, വി കെയർ. ജനങ്ങൾ ചോദിക്കും. ഒരു നടിയുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന ഗുരുതരമായ ആരോപണങ്ങൾ, നിർബന്ധിത ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയെന്ന കുറ്റം, അതെല്ലാം നേരിട്ട് ഒരു യുവ കോൺഗ്രസ് MLA-ക്കെതിരെ പക്ഷേ പാർട്ടിയുടെ പ്രതികരണം എന്തായിരുന്നു? ഹൂ കേഴ്സ്? സ്വന്തം വീട്ടിലെ സ്ത്രീ പീഡന പരാതികളെയും മാസങ്ങളോളം അടച്ചുവെച്ച് നേതൃത്വം ഇന്ന് ജനങ്ങളോട് മുഖം കാണിച്ചത് എങ്ങനെയാണെന്ന് ഈ രാത്രിയിലൊന്ന് ഓർത്തു നോക്കുക. CPIM-നെതിരെ ചെറുതായാലും ആരോപണം വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചർച്ചകളൊക്കെ നടത്തുന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെയാണ് ഇന്നത്തെ ദിവസം തിരിഞ്ഞു കുത്തുന്നത്.